അയ്യ വണക്കം. ശശി തരൂർ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നും ജയിച്ച ഒരു വിശ്വപൗരനാണല്ലോ ശശി തരൂർ. അതുകൊണ്ട് തിരുവനന്തപുരത്തിനൊരു ഗുണമില്ലെങ്കിലും ശശി തരൂരിനെ കൊണ്ട് ലോകത്തിനെമ്പാടുമുള്ള ഗുണം ഭയങ്കരമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നും ജയിച്ച ഈ വിശ്വപൗരൻ ബംഗ്ലാദേശ് വിഷയത്തിൽ എന്ത് നിലപാടാണ് എടുത്തത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബംഗ്ലാദേശ് വിഷയത്തിൽ നമ്മൾ ചരിത്രത്തിലാദ്യമായിട്ട് ഇന്ത്യ സകല ലോകരാജ്യങ്ങൾക്കുമിടയിൽ ഹിന്ദു ലൈഫ് മാറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് ഇനീഷ്യേറ്റ് ചെയ്തു. ഈ ഹിന്ദു ലൈഫ് മാറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് ഇനീഷ്യേറ്റ് ചെയ്തപ്പോൾ പ്രതിരോധത്തിലായ നമ്മുടെ ഇന്ത്യയിലെ CIA പോറ്റി വളർത്തുന്ന അല്ലെങ്കിൽ പാലൂട്ടി വളർത്തുന്ന വിഷപ്പാമ്പുകളായിട്ടുള്ള ശശി തരൂരിനെ പോലെയുള്ള പല ആൾക്കാരും അതിൻ്റെ കൂടെ നിൽക്കുകയല്ലാതെ വേറൊരു ഗതിയുമില്ലായിരുന്നു. ബംഗ്ലാദേശിൽ മൈനോറിറ്റീസ് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, ഒരു നിവൃത്തിയില്ലാതെ പറഞ്ഞു പോയതാണ് ശശി തരൂർ ബംഗ്ലാദേശിനെ സംബന്ധിച്ച ആ കാര്യം. ഇല്ലെങ്കിൽ അതായത് ലോകരാജ്യങ്ങൾ മുഴുവൻ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ഓസ്ട്രേലിയ, ഇസ്രായേൽ, UN എംബസിക്ക് മുമ്പിൽ, ഇതിൻ്റെ മുമ്പിലെല്ലാം വലിയ രീതിയിൽ ഹിന്ദുക്കൾ സംഘടിക്കുന്നു, പ്രതിഷേധമുണ്ടാകുന്നു. ബംഗ്ലാദേശിൽ പല ആൾക്കാരെയും തല്ലിക്കൊല്ലുന്നു, ഒരു ജഡ്ജിനെ അടക്കം തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുന്നു. ഇങ്ങനെയുള്ള പല വാർത്തകളും പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ ശശി തരൂരിന് വേറെ നിവൃത്തിയില്ലാതെ ചെയ്തു പോയ ഒരു സംഭവമാണ് ഇത്. ശശി തരൂർ അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞ്, ഇത് ട്വിറ്ററിൽ ശശി തരൂർ ഇട്ടതാണ്, ഞാൻ പോയി പൊക്കിയെടുത്ത്. ശശി തരൂർ ഇങ്ങനെ അണഞ്ഞിരിക്കുകയായിരുന്നു. ശശി തരൂർ അതിനുശേഷം ഏതോ ഒരു ആരാണെന്ന് പോലും അറിയില്ല, വെറും 40 ഫോളോവേഴ്സ് ഉള്ള എക്സിലെ ഒരു ID ഷെയർ ചെയ്തിട്ട് ശശി തരൂർ ബംഗ്ലാദേശിൽ എന്നെ ഇന്ത്യൻ മീഡിയ തെറ്റിദ്ധരിപ്പിച്ചതാണ്, അതുകൊണ്ട് ഞാൻ നിരുപാധികം മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും ശ്രദ്ധിച്ചോ? ആരും ശ്രദ്ധിച്ചില്ല. ആ പോസ്റ്റിന് താഴെ വന്ന് കമൻ്റ് ഇടുന്ന കുറേ സായിപ്പന്മാരുണ്ട്. ഈ സായിപ്പന്മാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ സായിപ്പന്മാരുടെ പൊട്ടും പൊടിയും തേടിപ്പോയി കഴിഞ്ഞാൽ അവരെല്ലാം CAയുടെ ആൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മുടെ അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവന്മാരാണ് എന്ന് കൃത്യമായിട്ട് അറിയാമായിരിക്കും. യെസ്, ഐ മീൻ ഇറ്റ്. അതായത് ശശി തരൂർ എന്ന് പറയുന്നത് ഒരു CIA ചാരനാണോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകുന്ന രീതിയിലാണ് ഈ വിശ്വപൗരൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ മുന്നിലോട്ട് പോകുന്നത്. ശശി തരൂറിൻ്റെ ആ പോസ്റ്റ് ഇത് എങ്ങനെയാണ്: Several friends in Bangladesh tell me I have been misled by Indian media about the nature and extent of violence during the recent events in the country. If I erred factually in any way amid the fog of reporting I was reading, I am sorry. ഒന്നും പറയാനില്ല ഞാൻ. അതായത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ ഇത്തരത്തിലൊരു മൂവ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്തപ്പോൾ ഇന്ത്യയുടെ പിറകിൽ നിന്ന് കുത്തിയ വ്യക്തിയാണ് ശശി തരൂർ. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന വാർത്തകൾ ശശി തരൂർ ശ്രദ്ധിച്ചോ? ബംഗ്ലാദേശിൽ പ്രളയ സഹായം അവിടെയുള്ള മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന് ലഭിക്കണമെങ്കിൽ അവർ മതം മാറണം എന്നാണ് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ മലയാളം മീഡിയ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്. അതായത് ബംഗ്ലാദേശിൽ നിർബന്ധിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നും ഹിന്ദുക്കളെയും മറ്റു മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിനെയും പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ബംഗ്ലാദേശിലെ അട്രോസിറ്റീസ് ഒക്കെ നടക്കുകയാണ് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകളെല്ലാം തന്നെ നമുക്ക് പുറത്തു വരുന്നത്. ഇനി നമുക്ക് ബംഗ്ലാദേശ് വിഷയത്തിലേക്ക് വരാം. ഇതുപോലെ ഒരുപാട് CIA ചാരന്മാർ, അല്ലെങ്കിൽ അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ CIA പാലൂട്ടി വളർത്തുന്ന ഒരുപാട് ചാരന്മാർ നമുക്കിടയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് പച്ചയായിട്ടുള്ള ഒരു വസ്തുതയാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ പത്മനാഭൻ്റെ മണ്ണിൽ നിന്ന് ജയിച്ചു പോയൊരു വ്യക്തിയാണ് ശശി തരൂർ. വോട്ട് ചെയ്തവരൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ആ പത്മനാഭൻ്റെ മണ്ണിൽ നിന്ന് ജയിച്ചു പോയ ശശി തരൂർ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം കൂടെ നിൽക്കുകയും പിന്നീട് ആരും അറിയാതെ ശശി തരൂർ പോസ്റ്റ് ഇട്ടു, എനിക്ക് തെറ്റുപറ്റിയതാണ്, മാപ്പെന്ന്. AM ഫൈസൽ എന്ന് പറയുന്ന വെറും 42 ഫോളോവേഴ്സ് ഉള്ള ഒരുത്തൻ്റെ വാർത്ത എടുത്ത് ഷെയർ ചെയ്തുകൊണ്ടാണ് ശശി തരൂർ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്, സോറി എന്ന് പറയുന്ന പോസ്റ്റ്. ആരാണ് ഈ AM ഫൈസൽ? അതിൻ്റെ താഴെ വന്ന് കമൻ്റ് ഇടുന്ന കുറേ എണ്ണമുണ്ട്. ശശി തരൂറിൻ്റെ ഈ പോസ്റ്റിന് താഴെ വന്ന് ഒരുപാട് ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ട്. അതിൽ ജോൺ ഡാനിലോ വിക്സ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വന്ന് കമൻ്റ് ഇടുന്നുണ്ട്. അവൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റിക്കവറിംഗ് ഡിപ്ലോമാറ്റ് നൗ ഫോക്കസിങ് ഓൺ ബോത്ത് ദ ഗ്ലോബൽ ആൻഡ് ദ ലോക്കൽ എന്നാണ് പറയുന്നത്. അമേരിക്കൻ ഡോക്ടറിൻ്റെയും അതായത് ഡീപ്പ് സ്റ്റേറ്റിൻ്റെയും ഭാഗമായിട്ടുള്ള പല വേട്ടാവളിയന്മാരുമല്ലേ ഇവന്മാരെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അങ്ങനെ സംശയിച്ചാൽ നമ്മൾ തെറ്റു പറയാൻ പറ്റില്ല. ഇനി ബംഗ്ലാദേശിൻ്റെ വിഷയത്തിലേക്ക് വരാം. ബംഗ്ലാദേശിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ ബംഗ്ലാദേശിൽ അവിടെ ഹിന്ദുക്കളെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുക്കൾ ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് മാസ്സായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അങ്ങനെ മാസ്സായിട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഹിന്ദുക്കൾ ഇന്ത്യൻ അതിർത്തിയിലേക്ക് ചാടിപ്പോകാതിരിക്കാനായി വേലികൾ വലിച്ചു കെട്ടുന്നു. പോരാത്തതിന് ഇന്ത്യൻ അതിർത്തിയിലേക്ക്
ബംഗ്ലാദേശി ഹിന്ദുക്കൾ വന്നു ചേരാതിരിക്കാൻ അവിടെ ഹിന്ദുക്കളെ തടയുന്നു, മതം മാറ്റുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ബംഗ്ലാദേശ് അതിർത്തിയിൽ വരുന്നതിന് വലിയൊരു കാരണമുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരു വലിയ ശക്തിയുണ്ട്. അതിൻ്റെ പിന്നിൽ ഇന്ത്യൻ ഡീപ്പ് സ്റ്റേറ്റാണ്. അത് ഞാൻ എന്താണെന്ന് ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം ആ സംഭവം നടന്നു കഴിഞ്ഞ് മാത്രമേ ഞാനത് പറയൂ. ഞാനതിപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പല വേട്ടാവളിയന്മാരും പറയും, ഓ നീ വന്ന് കണ്ടോടാ, നിന്നോട് വന്ന് പറഞ്ഞോടാ എന്ന് പല വേട്ടാവളിയന്മാരും പറയും. അങ്ങനെ സൂചിക്കേണ്ട. അങ്ങനെയുള്ള ഒരു സംഭവമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഡീപ്പ് സ്റ്റേറ്റ്, അതായത് ഇന്ത്യൻ ഡീപ്പ് സ്റ്റേറ്റ്, അതിൻ്റെ ഒരു പഠനപ്രകാരം നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് ഏതാണെന്നറിയാമോ? നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചിക്കൻ നെക്കാണ്. ഈ ചിക്കൻ നെക്കിൽ ഇന്ത്യ ഒരു പരിപാടി നടത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിന് പിന്നിലും ഇന്ത്യയുടെ ഡീപ്പ് സ്റ്റേറ്റ് ആണ്. ആ ഇന്ത്യയുടെ ഡീപ്പ് സ്റ്റേറ്റ് ആരാണ് എന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ഇന്ത്യയുടെ ഡീപ്പ് സ്റ്റേറ്റ് നമ്മുടെ ചിക്കൻ നെക്ക് വൈഡൻ ചെയ്യാനുള്ള ഒരു നിർദ്ദേശം, ഒരു രഹസ്യ അജണ്ട ഇപ്പോൾ എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് നമ്മുടെ ചിക്കൻ നെക്ക് നമ്മൾ വൈഡൻ ചെയ്യാൻ പോവുകയാണ്. ആ ചിക്കൻ നെക്ക് വൈഡൻ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ത്യക്ക് നോർത്ത് ഈസ്റ്റ് ആക്സസ് ചെയ്യാൻ ഈ ചിക്കൻ നെക്കിലൂടെ വേണം കടന്നു പോകാൻ. ആ നാരോ ആയിട്ടുള്ള പാത്ത് ബംഗ്ലാദേശിന് വേണമെങ്കിൽ അമേരിക്കയുടെ സഹായത്തോടെ ഇപ്പോഴിരിക്കുന്ന ഗവൺമെൻറ്റിന് കട്ട് ചെയ്യാം. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ഒരു സെപ്പറേറ്റ് രാജ്യമാക്കാനായിട്ട് അവർക്ക് സാധിക്കും. അതുകൊണ്ടാണ് നരേന്ദ്രമോദി നോർത്ത് ഈസ്റ്റിൽ അതിഭീകരമായിട്ടുള്ള ശ്രദ്ധ ചെലുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസവും മണിപ്പൂരിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എവിടെ നിന്നാണ് ശാന്തമായിട്ടിരിക്കുന്ന മണിപ്പൂരിൽ പെട്ടെന്ന് പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മണിപ്പൂരിൽ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് ഇന്ത്യ അവിടെ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴാണ്. ഈ വികസന പ്രവർത്തനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നോർത്ത് ഈസ്റ്റിൽ ഇപ്പോൾ എന്താണ് വികസന പ്രവർത്തനം എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാവും. നടത്തുന്നുണ്ട്. ഇന്ത്യ, അതായത് നമ്മുടെ രാജ്യം, അവിടെ ആത്മയുടെ നേതൃത്വത്തിൽ, ആത്മ എന്ന് പറഞ്ഞാൽ ഓട്ടോമോട്ടീവ് ടയർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ, എ ബോഡി ഓഫ് ടയർ മാനുഫാക്ചേഴ്സ് ഇൻ ദ കൺട്രി, ഹാസ് കൊളാബറേറ്റഡ് വിത്ത് ദ റബ്ബർ ബോർഡ് ഫോർ ദ പ്രോജക്ട്. ഇൻ പ്രോസസ് ഓവർ 3 crore trees have been planted so far under the project, benefiting nearly 80,000 beneficiaries across 93 districts in north eastern states. മനസ്സിലായോ? അതായത് നമ്മളവിടെ വലിയ രീതിയിൽ റബ്ബർ പ്ലാന്റേഷൻ നടത്തുകയാണ്. റബ്ബർ പ്ലാന്റേഷൻ നടത്തുന്നതിന് രണ്ടുണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഒന്ന് അവിടെയുള്ള ജനങ്ങളുടെ ഉപജീവന മാർഗം. നിങ്ങൾ ഇന്ത്യക്കാരാണ്, ഞങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾക്കുള്ള എന്ത് ഞങ്ങൾ തരും, നിങ്ങൾക്കുള്ള ഉപജീവന മാർഗം ഞങ്ങൾ തരുമെന്ന് പറഞ്ഞ് അവിടെ വലിയ രീതിയിൽ ഇന്ത്യ വികസന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റബ്ബർ പ്ലാന്റേഷൻസ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ആൾക്കാർക്ക് തൊഴിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ വരുമ്പോഴാണ് കഴിഞ്ഞ ടേമിൽ നരേന്ദ്രമോദിയെ ഏത് വിധേനയും താഴെ ഇറക്കാനായിട്ട് മണിപ്പൂർ കൊളുത്തിവിട്ടത്. പക്ഷേ മണിപ്പൂർ വർക്കൗട്ട് ആയില്ല. എങ്കിലും മോദി ഒന്ന് പിടിച്ചു കുലുക്കാൻ അതുവഴി ഇവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അവിടെ റബ്ബർ പ്ലാന്റേഷൻസ് വയ്ക്കുന്നു. അങ്ങനെ മണിപ്പൂർ ചീറ്റിപ്പോയ ഈ പശ്ചാത്തലത്തിൽ അവിടെയുള്ള ജനങ്ങൾ, അതായത് നോർത്ത് ഈസ്റ്റിൻ്റെ ഒരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ, നരേന്ദ്രമോദിക്ക് ഏറ്റവും നിർബന്ധമുള്ള കാര്യമാണ് നോർത്ത് ഈസ്റ്റ് ഫുള്ള് BJP ഭരിക്കണം എന്നുള്ളത്. ഒരിക്കലും നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് BJP കേരളം ഭരിക്കണം എന്ന് പറഞ്ഞ് അഡമൻ്റായിട്ട് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. തമിഴ്നാടും അതുപോലെ തന്നെയാണ്. കാരണം ഇതിൻ്റെ അപ്പുറം ഇപ്പുറം ഒന്നും വേറെ അതിർത്തികൾ ഒന്നുമില്ല. രാജ്യങ്ങളുടെ അപ്പുറം ഇപ്പുറം കടലാണ്. പക്ഷേ നോർത്ത് ഈസ്റ്റ് അങ്ങനെയല്ല. ചുറ്റും ബംഗ്ലാദേശ്, മ്യാൻമർ, ചൈന എന്നിങ്ങനെ അതിർത്തി കിടക്കുകയാണ്. അതുകൊണ്ട് നോർത്ത് ഈസ്റ്റിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അജണ്ട നടപ്പാക്കണമെങ്കിൽ അവിടെ BJP സർക്കാരുകൾ വന്നേ തീരൂ എന്ന് പറഞ്ഞാണ് ഹിമന്ത ബിശ്വ ശർമ്മയെ കൃത്യമായിട്ട് നരേന്ദ്രമോദി ചാക്കിട്ട് പിടിച്ച് നോർത്ത് ഈസ്റ്റ് ഫുള്ള് നരേന്ദ്രമോദി BJPയുടെ കാൽ കീഴിലാക്കിയത്. എന്നിട്ട് അവിടെ റബ്ബർ പ്ലാന്റേഷൻ വച്ച് പിടിപ്പിച്ചു. ഈ റബ്ബർ പ്ലാന്റേഷൻ വച്ച് പിടിപ്പിച്ചപ്പോൾ ഈ ബംഗ്ലാദേശിൽ കലാപം ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ CIA ആണ്, ഡീപ്പ് സ്റ്റേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ അമേരിക്കയും US-ഉം UK അടക്കമുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്തു? അവരൊരു ബില്ല് കൊണ്ടുവന്നു. അവരെന്ത് ബില്ലാണ് കൊണ്ടുവന്നത്? അതായത് ഇനി മുതൽ ഡീഫോറസ്റ്റേഷൻ നടത്തി ഉണ്ടാക്കുന്ന പ്രോഡക്ട്സിനെല്ലാം തീരുവ ഞങ്ങൾ കുത്തനെ കൂട്ടുന്നതായിരിക്കുമെന്ന്. അതൊരു സിമ്പിൾ സാധനമായിട്ടാണ് വന്നത്. പക്ഷേ അത് ലക്ഷ്യം വയ്ക്കുന്നത് നമ്മളെ നോർത്ത് ഈസ്റ്റിനെയാണ്. നോർത്ത് ഈസ്റ്റിനെ ലക്ഷ്യം വയ്ക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മളവിടെ ഡീഫോറസ്റ്റേഷൻ നടത്തി റബ്ബറും കാര്യങ്ങളും പ്ലാന്റേഷൻ ചെയ്ത് വരുമ്പോൾ അങ്ങനെയുള്ള പ്രോഡക്ട്സ്, അതായത് പ്രകൃതിയെ ചൂഷണം ചെയ്ത് കിട്ടുന്ന പ്രോഡക്ട്സ് ഇനി മുതൽ പല രാജ്യങ്ങളിലും തീരുവ കൂട്ടുകയാണ് എന്ന് അമേരിക്ക ഒരു തിട്ടൂരം കൊണ്ടുവന്നു. ഇതിൻ്റെ ഒരു ഗൗരവം നമുക്കിപ്പോൾ മനസ്സിലാവില്ല. മറിച്ച് 2-3 വർഷം കഴിഞ്ഞ് നമുക്ക് മനസ്സിലാവും. അതായത് ഈ ടാക്സ് കൂട്ടുന്ന ഈ സംഭവം അമേരിക്ക കൊണ്ടുവന്നതിന് പിന്നിൽ നോർത്ത് ഈസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള വലിയ ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു ഗൂഢ ലക്ഷ്യമുണ്ട് എന്നുള്ളത് പച്ചയായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ നോർത്ത് ഈസ്റ്റിനെ അമേരിക്കയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത് നോർത്ത് ഈസ്റ്റിനെ അമേരിക്ക
നമ്മളിൽ നിന്ന് പിരിച്ചെടുക്കണം. അങ്ങനെ പിരിച്ചെടുക്കണമെങ്കിൽ ബംഗ്ലാദേശ് അമേരിക്കയുടെ കൂടെ നിൽക്കണം. നമ്മുടെ ചിക്കൻ നെക്കാണ് ഇതിൻ്റെ എല്ലാം വീക്കസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ ഒരു കട്ട് കൊടുത്തു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ട് ഇപ്പോൾ അമേരിക്കൻ ഡോക്ട്രിൻ എന്നൊക്കെ കേട്ടില്ല. എന്താണ് ഈ ഡോക്ട്രിൻ? ഡോക്ട്രിൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സിമ്പിളായിട്ട് പറഞ്ഞാൽ രഹസ്യ അജണ്ട എന്ന് പറയും. അതായത് അമേരിക്കയ്ക്ക് ഒരു രഹസ്യ അജണ്ട ഉണ്ട്. 2034 അല്ലെങ്കിൽ 2026 കൂടി നമ്മൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിലയുറപ്പിക്കും. ഇത് അമേരിക്കയുടെ രഹസ്യ അജണ്ടയാണ്. ഞാനൊരു എക്സാമ്പിളാണ് പറയുന്നത്. അങ്ങനെയുള്ള രഹസ്യ അജണ്ടകളൊക്കെ പല രാജ്യങ്ങൾക്കും ഉണ്ട്. അതുപോലെ ഇന്ത്യക്കും ഒരു രഹസ്യ അജണ്ട ഉണ്ട് നോർത്ത് ഈസ്റ്റിൻ്റെ കാര്യത്തിൽ. അതും ഞാനിപ്പോൾ പറയില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ഓ മോദി നിന്നോട് നേരിട്ട് വന്ന് പറഞ്ഞോടാ എന്ന് ചില വേട്ടാവളയന്മാർ പറയും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഇന്ത്യയുടെ രഹസ്യമായിട്ടുള്ള ഡോക്ട്രിൻ നോർത്ത് ഈസ്റ്റിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ബംഗ്ലാദേശിൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് വേറൊരു കാര്യം. എന്താണ് ആ പരിപാടി ബംഗ്ലാദേശിൽ തുടങ്ങിക്കഴിഞ്ഞത്? 2026 കൂടി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എന്താണ് ബംഗ്ലാദേശിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് എന്ന്. ഇനി അടുത്തൊരു കാര്യം, ബംഗ്ലാദേശിൽ ഇന്ത്യ ഒരു തുറമുഖം പാട്ടത്തിനെടുത്തു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഷേഖ് ഹസീന എന്ന് പറയുന്ന അവിടുത്തെ പ്രധാനമന്ത്രിയാണ് നമുക്ക് ആ തുറമുഖം പാട്ടത്തിന് തന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം പല രാജ്യങ്ങളിലും പോയി തുറമുഖം പാട്ടത്തിനെടുക്കുന്നത്? നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെ രാജ്യം ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി തുറമുഖം പാട്ടത്തിനെടുക്കുകയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി നമ്മുടെ രാജ്യത്ത് ഒരു വികസന പ്രവർത്തനം നടത്താനായിട്ട് പോകുമ്പോഴോ, നമ്മുടെ രാജ്യത്തിൽ എവിടെയെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു വലിയ വികസന പ്രവർത്തനം നടക്കുമ്പോഴോ അവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെടും. ഫോർ എക്സാമ്പിൾ, ലഡാക്കിൽ ഈ ഇടയ്ക്ക് വലിയ രീതിയിലുള്ള, എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ 2ാമതോ 3ാമതോ ഏറ്റവും വലിയ ലിഥിയം ശേഖരമാണ് അവിടെ കണ്ടെത്തിയത്. ഈ ലിഥിയം എന്ന് പറഞ്ഞാൽ ഒരു നിധിയാണ്. നിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിതിൻ ഗഡ്കരി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഞങ്ങൾ ഉടനെ തന്നെ ഒരു വിപ്ലവത്തിന് ഒരുങ്ങുകയാണ്. ആ വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് വിപ്ലവമാണ്. ആ ഇലക്ട്രോണിക് വിപ്ലവത്തിന് നിതിൻ ഗഡ്കരി ഒരുങ്ങുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇലക്ട്രോണിക് വണ്ടികൾ ഇവിടെ മുഴുവൻ ഓടിത്തുടങ്ങിക്കഴിഞ്ഞാൽ എണ്ണ വാങ്ങിക്കേണ്ട. എണ്ണ സൗദിയുടെ കയ്യിൽ നിന്നും റഷ്യയുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങിക്കണ്ട. പിന്നീട് ആ വിപ്ലവം നമ്മുടെ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ എണ്ണ എന്ന് പറഞ്ഞാൽ ഈ പെട്രോളിയം പ്രോഡക്ട്സ് ഉണ്ടല്ലോ, ആ പ്രോഡക്ട്സ് റിഫൈൻ ചെയ്യാനായിട്ട്, പെട്രോൾ കൊണ്ട് റിഫൈൻ ചെയ്യാനായിട്ട് സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ നമുക്ക് മുന്നിൽ ക്യൂ നിൽക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പെട്രോൾ റിഫൈനറി ഉള്ളത് ഇന്ത്യയിലാണ് എന്നുള്ളത് കൊണ്ടാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് പോലും അത്രയും വലിയ റിഫൈനറി ഇല്ല. ഇന്ത്യ ഇപ്പോൾ മുഴുവനായിട്ട് ഇലക്ട്രിക് വൽക്കരിക്കുകയാണെന്ന് വിചാരിക്കുക നമ്മുടെ രാജ്യം. അങ്ങനെ ഇലക്ട്രിക് വൽക്കരിക്കണമെങ്കിൽ ഭീമമായിട്ടുള്ളൊരു ചിലവ് വരും. ആ ഭീമമായിട്ടുള്ള ചിലവ് പ്രധാനമായിട്ടും പോകുന്നത് ഈ ലിത്തിയം അയോൺ ബാറ്ററികൾക്കാണ്. ഈ ഇലക്ട്രോണിക് വണ്ടികളുടെ ലിത്തിയം അയോൺ ബാറ്ററികൾക്ക്. ആ ബാറ്ററികൾ നമ്മൾ പുറത്തു നിന്നാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഗുജറാത്തിലേക്ക് അത് മറ്റ് രാജ്യങ്ങളിൽ, എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഓസ്ട്രേലിയയിൽ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നു, അവിടെ നിന്നാണ് നമ്മൾ ഈ ലിത്തിയം അയോണിൻ്റെ ബാറ്ററികൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ബാറ്ററിക്കുള്ള ലിത്തിയം വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ആ സാഹചര്യത്തിലാണ് നമ്മുടെ കാശ്മീരിൽ അമ്പട വീര എന്ന് പറഞ്ഞു ഒരു ലിത്തിയം അയോൺ ശേഖരം, അതായത് ഒരു ലിത്തിയം നിധി കണ്ടുപിടിച്ചത്. ഇത് കണ്ടതും വി ആർ ത്രിൽഡ് എന്ന് പറഞ്ഞ് അമിത്ഷായും നമ്മുടെ നിതിൻ ഗഡ്കരിയും അവിടെ പര്യവേഷണത്തിനുള്ള കാര്യങ്ങൾ പഴയ പോലെയൊന്നുമില്ല, എല്ലാം പടപടാന്ന് നടക്കും, പെട്ടെന്ന് തുടങ്ങിക്കുമെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് അത് നടപ്പിലാക്കി തുടങ്ങി. ഉടനെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ജമ്മു കാശ്മീരിൽ, അതായത് നരേന്ദ്രമോദി ഭരിച്ചിരുന്ന 10 കൊല്ലം 370 അടക്കം റദ്ദാക്കി ശാന്തമാക്കിയെടുത്ത ജമ്മു കാശ്മീരിൽ ഭീകരവാദികൾ അഴിഞ്ഞാടാൻ തുടങ്ങി. ഈ ഭീകരവാദികളുടെ കയ്യിൽ സാധാരണ ലെഡ് ബുള്ളറ്റാണ് ഭീകരവാദികൾ ഉപയോഗിക്കുന്നത്. ഇവന്മാരുടെ കയ്യിൽ ആ സമയം തൊട്ട് നമ്മൾ കാണുന്നത് അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള സ്റ്റീൽ ബുള്ളറ്റുകളാണ്. ഇതെങ്ങനെ വന്നു ഈ സ്റ്റീൽ ബുള്ളറ്റുകൾ? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. അതായത് താലിബാനിൽ അമേരിക്ക ട്രൂപ്പുകളെ പിൻവലിച്ച് നേരെ അമേരിക്ക കയറിപ്പോയല്ലോ, തിരിച്ച് അമേരിക്കയിലോട്ട്, അമേരിക്കയിലെ സൈനികർ. അപ്പോൾ യോമാർ പൊട്ടിയതും ചളുങ്ങിയതാണ്, അതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കുറേ ബുള്ളറ്റും കുറേ ആയുധങ്ങളും അവിടെ ഇട്ടിട്ട് പോയി. അതെല്ലാം നല്ല സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആയുധങ്ങളായിരുന്നു. അതാണ് താലിബാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അമേരിക്ക ഇട്ടിട്ട് പോയ, താലിബാൻ ഇട്ടിട്ട് പോയ സ്റ്റീൽ ബുള്ളറ്റ് താലിബാനിൽ നിന്നും പാകിസ്ഥാൻ വഴി സഞ്ചരിച്ച് കശ്മീരിലുള്ള ഭീകരരുടെ കയ്യിലെത്തുകയാണ്. നമ്മുടെ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു വികസനം ഉണ്ടാക്കുമ്പോൾ അവിടെ അസ്ഥിരപ്പെടുത്താനായിട്ട് യോമാർ ഇത് ഉപയോഗിക്കുമെന്നുള്ളത് വേറൊരു കാര്യം. ഇപ്പോൾ റൂട്ട് ക്ലിയർ ആയല്ലോ. ബംഗ്ലാദേശിൽ ഇന്ത്യ ഒരു തുറമുഖം കൃത്യമായിട്ട് പാട്ടത്തിനെടുത്തു. ഇറാനിൽ ഇന്ത്യ ചബഹർ തുറമുഖം പാട്ടത്തിനെടുത്തു. ഈ 2 തുറമുഖവും ഇന്ത്യ പാട്ടത്തിനെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സീ റൂട്ട് ക്ലിയർ ആക്കാനാണ്. അതായത് കടൽ ഭരിക്കുന്നവനാണ് കര ഭരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ചരക്കുകൾ ഇപ്പോൾ ലോകം മുഴുവൻ ഇങ്ങനെ ചുറ്റി, ഇന്ത്യയിൽ വളഞ്ഞു ചുറ്റി സകല രാജ്യങ്ങളുടെ പോർട്ടുകൾക്കും ടാക്സും തീരുവയും കൊടുത്ത് വരുന്നതിനെക്കാട്ടിലും ബംഗ്ലാദേശിൽ ഒരു തുറമുഖമുണ്ടെങ്കിൽ അപ്പുറത്ത് നിന്നും, ഇറാനിൽ ഒരു തുറമുഖമുണ്ടെങ്കിൽ ഇപ്പുറത്ത് നിന്നുമുള്ള ചരക്ക് ഇങ്ങനെ കറങ്ങാതെ കൃത്യമായിട്ട് ഇങ്ങെത്തും. മനസ്സിലായില്ലേ? അതായത് നമ്മുടെ നോർത്ത്, ഇപ്പോൾ റഷ്യയിൽ നിന്ന് നമുക്ക് ഓയിൽ വരണമെങ്കിൽ അസർബൈജാൻ വഴി, തജിക്കിസ്ഥാൻ വഴി, തജിക്കിസ്ഥാനിൽ ഇന്ത്യക്ക് ഒരു നേവൽ ബേസ് ഒക്കെ ഉണ്ട്, അതുവഴി നേരെ ഇറാൻ്റെ ചബഹർ തുറമുഖത്തിലേക്ക് അതെത്തും. അവിടെ നിന്ന് നേരെ
ഗുജറാത്തിലോട്ടെത്തും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റഷ്യയിൽ നിന്ന് ഈ ഭൂമി മുഴുവൻ കറങ്ങി വേണം നമുക്ക് എത്താനായിട്ട്. അങ്ങനെ ബംഗ്ലാദേശിന് സമാനമായിട്ടുള്ള സ്ഥിതിയാണ്. അങ്ങനെ 2 തുറമുഖങ്ങൾ ഇന്ത്യ അവിടെ പിടിച്ചെടുത്തപ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യ അവിടെ പാട്ടത്തിനെടുത്തപ്പോൾ, ഇറാനിൽ പെട്ടെന്നൊരു പ്രശ്നം. ഇറാനിൽ ഇസ്രായേൽ കയറി അടിച്ചു തുടങ്ങി. ഇസ്രായേലിൻ്റെ പിറകിൽ അമേരിക്കയാണ്. അമേരിക്ക ഇസ്രായേലിൻ്റെ മൂട്ടുകയാണ്, അടി 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 എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് ഇറാനിലൊരു അസ്ഥിരത വന്നു. അങ്ങനെ അസ്ഥിരത വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചരക്ക് നീക്കം സുഗമമായിട്ട് നടക്കുമോ? നടക്കില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം എത്തി. ബംഗ്ലാദേശിലും സമാനമായിട്ടുള്ള സാഹചര്യം. ബംഗ്ലാദേശിലെ സുന്ദർബാൻസിൽ ഓയിൽ റിസർവ് കണ്ടെത്തി. ഓയിൽ റിസർവ് കണ്ടെത്തിയപ്പോൾ ഇന്ത്യ അവിടെ പര്യവേഷണം ചെയ്യാനായിട്ട് ആരംഭിച്ചു. ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ ബംഗ്ലാദേശും ഇപ്പോഴിതാ താഴോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റും അമേരിക്കയുടെ ഡോക്ടറിനും കൃത്യമായിട്ട് അവരുടെ രഹസ്യ അജണ്ട നടപ്പാക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞു. അവർക്ക് നോർത്ത് ഈസ്റ്റ് കട്ട് ചെയ്തെടുക്കണം. പക്ഷേ ഇന്ത്യക്കും അതുപോലൊരു ഡോക്ടറിനുണ്ട്. ഇപ്പോൾ വിദേശകാര്യമന്ത്രി ആരാണെന്ന് അറിയാലോ? ജയശങ്കറാണ്. അജിത് ഡോവൽ സുരക്ഷാ ഉപദേഷ്ടാവാണ്. ഇതൊന്നും അറിയാത്ത ആൾക്കാരല്ലല്ലോ അവിടെ ഇരിക്കുന്നത്. നരേന്ദ്രമോദി ഏറ്റവും തലപ്പത്ത് നിൽപ്പുണ്ട്. എല്ലാത്തിനും ഒന്നും നോക്കണ്ട. രാജ്യത്തിന് ദോഷം വരുന്ന എന്തെങ്കിലും പ്രവർത്തനം വന്നു കഴിഞ്ഞാൽ എന്നോട് ആലോചിക്കുക പോലും വേണ്ട, കയറി അടിച്ചോ എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി അവിടെ ഇരിപ്പുണ്ട്. അതിനുള്ള, അതായത് നമ്മുടെ ചിക്കൻ നെക്ക് വൈഡൻ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ബംഗ്ലാദേശിൽ തുടങ്ങിക്കഴിഞ്ഞു. ബംഗ്ലാദേശിൽ നിന്ന് നമ്മൾ വലിയ ഒരു നീക്കത്തിന്, അതായത് ഇന്ത്യയുടെ ഡീപ് സ്റ്റേറ്റ് അവിടെ വലിയൊരു നീക്കത്തിന് പദ്ധതികൾ ഇടുകയാണ് എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ആ പദ്ധതി 2026 അല്ലെങ്കിൽ 27, 28 കൃത്യമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയാവും എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു കാര്യം, ഇങ്ങനെ ഇന്ത്യ പല സ്ഥലങ്ങളിൽ നിന്നും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ അടക്കം പല വെല്ലുവിളികളെ തരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് അമേരിക്കയുടെ CIA പാലൂട്ടി വളർത്തുന്ന പല വേട്ടാവളിയന്മാർ ഇവിടെ കിടന്നുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണം, ബംഗ്ലാദേശിലൊന്നും നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ പോസ്റ്റ് ഇടിക്കുന്നതും അതിൻ്റെ താഴെ വേറെ പല ആൾക്കാരും ഇതുപോലെ വന്ന് കമൻറ്റ് ചെയ്യുന്നതും. അപ്പോൾ പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. CIA അസ്വസ്ഥമാണ്, അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് അസ്വസ്ഥമാണ്. ഇനി ട്രംപ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇന്ത്യയുടെ പല പദ്ധതികളും നടപ്പിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. കാരണം ട്രംപിനെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന് വളരെ കുറച്ച് മാത്രമേ സ്വാധീനിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ട്രംപ് വരാതിരിക്കാൻ പഠിച്ച പണി 18 നോക്കുകയാണ് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. കമലാ ഹാരിസിനെ കൊണ്ടുവന്നു. ജോ ബൈഡൻ്റെ കാര്യത്തിൽ അവർക്ക് തെറ്റുപറ്റി, ട്രംപിനെ അസാസിനേറ്റ് ചെയ്യാൻ പോയത് തെറ്റായിപ്പോയി എന്നിങ്ങനെയുള്ള വലിയ ഒരു കണക്കുകൂട്ടലൊരു പിഴവ് അവർക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന ആ ഒരു സാഹചര്യത്തിൽ ട്രംപ് വരും എന്ന് തന്നെയാണ് ഇന്ത്യയും കണക്ക് കൂട്ടുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇന്ത്യയിൽ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്നുകൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.